കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി അത് പ്രിലിംസ് എക്സാം ആണെങ്കിലും മെയിൻസ് എക്സാമിനാണെങ്കിലും ഒരേപോലെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഏരിയകൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ബോർഡ് LGS തൂക്കും. മനസ്സിലായോ? ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ഏതൊക്കെ ഭാഗത്ത് നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കി പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും നമുക്കറിയാം എല്ലാ ടോപ്പിക്കും മെയിൻസിനും പ്രിലിംസിനും ഒരേപോലെ തന്നെയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തൂക്കിയിരിക്കും നിങ്ങൾ കേട്ടോ, ഞാൻ തരുന്ന ഉറപ്പാണ്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമധികം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഡെയിലി ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടും താഴെ കമന്റ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടും ₹1 മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഈ LGS നേടാനാകും. നമ്മുടെ ക്ലാസ്സുകൾ ആ രീതിയിലായിരിക്കും. ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന്റെ പൂർണ്ണമായ സപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർവാധികം ശക്തിയോടെ എനിക്ക് തരണം. സപ്പോർട്ട് മാത്രം തന്നാൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയുണ്ട് എന്നും കൂടി അഭിപ്രായപ്പെട്ട ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് LGSന് വേണ്ടി വേണോ വേണ്ടയോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഓക്കെ ആണല്ലോ? ഇവിടെ ഫസ്റ്റ് നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പൊ ഇവിടെ ഡാഷ് വന്നിട്ടുണ്ട് അല്ലെ? ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. പ്രീവിയസ് ചോദ്യമാണ്. ഏതിന്റെയാണ്? ആരുടെയാണ്? ഡച്ച് ആണ് അല്ലെ? ഡച്ച് ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചോളണം. അവിടെ പഠിച്ചല്ലോ. 2, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ നേരിടും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പോർച്ചുഗീസുകാര് അല്ലെ, യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാര് നമ്മുടെ കേരളത്തിലേക്ക് വന്നു. ആ കേരളത്തിലേക്ക് വരാനിടയുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം എവിടുത്തെ നോട്ടാണെന്നറിയോ? ന്യൂ SCERT നോട്ട്സ് ആണ് കേട്ടോ. ന്യൂ SCERT നോട്ട്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? 1, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അവർക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം, കാരണം അവർക്ക് കപ്പൽ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, കപ്പൽ യാത്രയിലുണ്ട്. അതിനുള്ള സാങ്കേതിക പുരോഗതി അവർ നേടിയിട്ട് അതുകൊണ്ട് ഇവിടെ എത്താം. 2, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. മനസ്സിലായോ? നമ്മുടെ ഭൂമിയെ ശാസ്ത്രീയമായി പഠിക്കുന്നതിൽ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഏത് ദിശയിൽ പോയാൽ എവിടേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു. 3, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപടം നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. അതായത് അന്നത്തെ കാലത്ത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഭൂപട നിർമ്മാണമായത് കോമ്പസ് ഭൂപട നിർമ്മാണം. അതിൽ അവർക്ക് നല്ല രീതിയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അതായത് അതിനു മുമ്പ് സഞ്ചരിച്ചു പോയ യാത്രികരുടെ ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവർ നല്ല രീതിയിൽ പഠിക്കുകയും അതിൽ അറിവ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് യൂറോപ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യർ കപ്പൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് 4 തന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് യൂറോപ്യന്മാരെ അല്ലെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ച 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതിയും ഭൂമിശാസ്ത്രപരമായ പരിജ്ഞാനത്തിലുണ്ടായ അവരുടെ അറിവും വളർച്ചയും ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപട നിർമ്മാണത്തിൽ വന്ന പുരോഗതിയും പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവും ഇതൊക്കെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ. പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തെല്ലാം? ഓൾ PYQ ആണ്. ഓൾ PYQ ആണ്. കാരണം ഓരോരോ ചോദ്യങ്ങളായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓരോരോ 1 വേർഡ് ചോദ്യങ്ങളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. പോർച്ചുഗീസുകാരുടെ ബന്ധം ഇന്ത്യയിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. 2, കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ
പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി. 3 യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. 4 ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ തുടങ്ങി. ഇവിടെ ഇന്ത്യയില് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പ്രീവിയസ് ആണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആര്? പോർച്ചുഗീസുകാർ. അടുത്തത് ചവിട്ടുനാടകം, മാർഗം കളി എന്നിവ പ്രചരിപ്പിച്ചു. പ്രീവിയസ് ചോദ്യമാണ്. മനസ്സിലായോ? പ്രീവിയസ് ആണ്, ഇത് പ്രീവിയസ് ആണ്. കേൾക്കുന്നുണ്ടോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരുടെ ബന്ധം ഇന്ത്യയിൽ ചെലുത്തിയത്. 1 ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് പഠിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. എവിടെ? കൊച്ചിയില്. അത് ആര് സ്ഥാപിച്ചു? പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു. അതുപോലെ കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലാക്കി. 3 യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ തുടങ്ങി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകവും മാർഗം കളിയും എന്നിവയും പ്രചരിപ്പിച്ചു. ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങളായ ശാശ്വത ഭൂനികുതി, റേറ്റ് വാരി സമ്പ്രദായം എന്നിവയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം അല്ലെ, ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ആദ്യം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താന്ന് നോക്കണം, റൈറ്റ് വാരി സമ്പ്രദായം എന്താന്ന് നോക്കണം, മഹൽവാരി സിസ്റ്റം നോക്കണം, ദത്തവകാശ നിരോധന നിയമം നോക്കണം. ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? എല്ലാം മക്കളെ ഞാൻ വീണ്ടും വീണ്ടും ഇത് എന്ന് പറയുന്നില്ല. ഈ സ്ലൈഡിൽ കാണുന്ന ഓൾ PYQ ആണ്. മനസ്സിലായോ? 1793 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതി നൽകണമായിരുന്നു. അപ്പൊ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്? ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് വാരി സമ്പ്രദായവും മഹൽവാരി സമ്പ്രദായവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 എവിടെയൊക്കെയാണ്? ബംഗാള്, ബീഹാർ, ഒറീസ അല്ലെ. ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ്. ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു ഈ നികുതി നയം നടപ്പിലാക്കുന്ന കൃഷിക്കാർക്ക് എത്രത്തോളം വിളവെടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നികുതി കൊടുക്കണം. അങ്ങനെയല്ല, വിളവെടുത്താലും ഇല്ലെങ്കിലും ആ നികുതി കർഷകർ കൊടുത്തിരിക്കണം. അതാണ് പറയുന്നത്. വിളവിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെയാണ് നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ട് നികുതി നൽകണമെന്ന് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലൂടെ നടപ്പിലാക്കിയത്. ഇത് പിരിച്ചത് ആരാണ്? ഈ നികുതികൾ പിരിച്ചത് ആരാണ്? സെമീന്ദാർമാരാണ്. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാരാണ് ഉയർന്ന നിരക്കിലെ നികുതി പിരിച്ചത്. ഈ 4 ചോദ്യങ്ങളും PYQ ആണ്. അടുത്തത് റൈറ്റ് വാരി സമ്പ്രദായം 1820 കേട്ടോ. 1820 ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശത്ത് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവർ നടപ്പിലാക്കിയതാണ്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ചേർന്നിട്ടാണ് റൈറ്റ് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശത്ത് 1820 നടപ്പിലാക്കുന്നത്. കർഷകനെ ഭൂ ഉടമകളായിട്ട് പരിഗണിച്ചു. കർഷകരെ എന്ത് ചെയ്തു? ഭൂമിയുടെ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് നികുതി പിരിച്ചു നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി പിടിച്ചടക്കി. കണ്ടോ? ബ്രിട്ടീഷുകാർക്ക് നികുതി എന്ത് ചെയ്യണം? നേരിട്ട് നൽകണം. നേരിട്ട് ഇവിടെ പിരിക്കാൻ സെമീന്ദാർമാരുണ്ടായിരുന്നു അല്ലെ. ഇവിടെ സെമീന്ദാർമാരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സെമീന്ദാർമാരില്ല. ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി കൊടുക്കണമായിരുന്നു. ഇനി നികുതി കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്തു? ഭൂമികളെ അവർ ഇവരുടെ കൈകളിലാക്കിയില്ലേ. പക്ഷെ ഭൂ ഉടമകൾ ആര് തന്നെയായിരുന്നു? കർഷകർ തന്നെ ആയിരുന്നു. അപ്പൊ റൈറ്റ് വാരി സമ്പ്രദായത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാ നമ്മൾ പഠിക്കുക? 1800
1820 ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശത്ത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ചേർന്ന് നടപ്പിലാക്കിയതാണ് റയത്തുവാരി സമ്പ്രദായം. ഇതുപ്രകാരം ഭൂ ഉടമകൾ ആരായിരുന്നു? കർഷകരായിരുന്നു. കർഷകർ നേരിട്ടായിരുന്നു നികുതി നൽകിയിട്ടുണ്ടായിരുന്നത്. നികുതികൾ നൽകാത്ത പക്ഷം ആ കർഷകരുടെ നിലങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥാവകാശമായിട്ട് മാറി. ഇനി അടുത്തത് മഹൽവാരി സമ്പ്രദായം 1822. മനസ്സിലായോ? 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 1820 റയത്തുവാരി, 22 മഹൽവാരി. ഇവിടെ മഹൽവാരിയിൽ എന്താ പറയുന്നത്? ഉത്തരേന്ത്യ പഞ്ചാബ് പ്രദേശങ്ങളിൽ ഹാൾട്ട് മെക്കൻസി നടപ്പിലാക്കിയതാണ് മഹൽവാരി സമ്പ്രദായം. ഹാൾട്ട് മെക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മെക്കൻസി മഹൽവാരി. ഗ്രാമത്തെ ഒരു യൂണിറ്റ് കണക്കാക്കി നികുതി പിരിച്ചു. ഗ്രാമത്തെ ഒരു യൂണിറ്റ് കണക്കാക്കി നികുതി പിരിച്ചു. എന്ത് ചെയ്തു? ഗ്രാമത്തെ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് കണക്കാക്കിയിട്ട് നികുതി നൽകാൻ കഴിയാത്ത ഗ്രാമങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത്. നല്ല ഐഡിയ ഉള്ള ആൾക്കാരാണ് അല്ലേ? നല്ല ഐഡിയ ആണ്. ഇവിടെ സെമീന്ദാർമാർ പിരിച്ചപ്പോൾ ഇവിടെ കർഷകരെ എന്ത് ചെയ്തു? ഭൂ ഉടമകളാക്കി. എന്നിട്ട് നേരിട്ട് നികുതി നൽകണം. നികുതി നൽകിയില്ലെങ്കിൽ ആ ഭൂമി മുഴുവൻ ഇന്ത്യക്കാർക്ക് അല്ലെ ബ്രിട്ടീഷുകാർക്കായി. നല്ല രസമല്ലേ? അടുത്തത് നോക്ക്, എന്താ ചെയ്തത്? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി. മൊത്തം ഓരോരോ ഗ്രാമങ്ങളെ ഒരു യൂണിറ്റായി കണക്കാക്കി. ഇനി ആ ഗ്രാമ നികുതി നൽകിയെങ്കിൽ ആ ഗ്രാമം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഐഡിയ ആണ് അല്ലേ? അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം 1793. 1793. അത് കഴിഞ്ഞു ഒരു 7 വർഷം കഴിഞ്ഞ് 20 വർഷം അല്ലെ? 27 വർഷം കഴിഞ്ഞ ശേഷമാണ് 1820 റയത്തുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. 1822 2 വർഷം കഴിഞ്ഞപ്പോൾ മഹൽവാരി സമ്പ്രദായവും നടപ്പിലാക്കി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ആണെങ്കിൽ റയത്തുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ആണ്. തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇനി മഹൽവാരി സിസ്റ്റം ഹാൾട്ട് മെക്കൻസി ആണ് നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയാണ് ബാധിച്ചത്? ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയാണ് ബാധിച്ചത്? ഉയർന്ന നികുതി അടയ്ക്കാൻ ബുദ്ധിമുട്ടി കൃഷിനാശം സംഭവിച്ചാലും നികുതിയിൽ ഇളവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? എത്ര കൃഷി ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, അവർ കൊടുക്കേണ്ട നികുതി കൊടുത്തിരിക്കണം. അതുകൊണ്ട് എന്താ കർഷകരെ ബാധിച്ചു. നികുതി അടയ്ക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. ആ നികുതി അടയ്ക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. അവർ എന്ത് ചെയ്യും? മറ്റുള്ള കൊള്ള പലിശക്കാരിൽ നിന്ന് പലിശ വാങ്ങിക്കാൻ ഇടയായി. കടക്കെണി മൂലം കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് കർഷകരെ ബാധിച്ചത്. ഇനി 1859 നീലം കർഷകരുടെ സമരത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ളത്? 1859 നീലം കർഷകരുടെ സമരം. വെരി മക്കളെ, ഞാൻ ഈ പറയുന്നു ഈ ഏരിയ മുഴുവൻ PYQ ആണ്. ഈ ഏരിയ മുഴുവൻ PYQ ആണ്. പഠിച്ചോളാം. ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ നിർബന്ധിച്ചത്. മനസ്സിലായോ? അതായത് നീലം കർഷകരുടെ സമരം എന്താണ്? ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ നിർബന്ധിച്ചത്. നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് താഴ്ന്ന വില മാത്രമാണ് ലഭിച്ചത്. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? നീലം കർഷക കലാപം നടന്ന് തുടർന്ന് ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടേണ്ടി വന്നു കേട്ടോ. അപ്പൊ നീലം കർഷകരുടെ സമരം വർഷം പ്രീവിയസ് ചോദ്യമാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. നീലം കർഷക കലാപം നടന്നത് 1859. ഫാക്ടറികൾക്ക് ആവശ്യമായ ഏത് ചെടിയാണ്? അമരിച്ചെടി കൃഷി ചെയ്യാൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അത് നീലം എന്ത് ചെയ്യാനേ പാടുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? നീലത്തിന് എന്ത് ചെയ്തു? താഴ്ന്ന വില മാത്രമേ അവർ കൊടുക്കുകയും ചെയ്തുള്ളൂ. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിൽ കലാപം നടന്ന് തുടർന്ന് ഫാക്ടറികളെല്ലാം അടച്ചു പൂട്ടിച്ചു കേട്ടോ. അപ്പൊ നീലം കർഷക കലാപ നേതാക്കൾ ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. ഇനി അടുത്ത സാന്താൾ കലാപം
അന്യായമായ കരം പിരിക്കലും കൊള്ളപ്പലിശക്കാരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കലും മൂലം ദുരിതം അനുഭവിച്ചിരുന്ന സാന്താൾ ഗോത്രജനിത സിദ്ധുവിന്റെയും കൻഹുവിന്റെയും നേതൃത്വത്തിൽ 1855 ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം കലാപം ക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെട്ടു. അപ്പൊ 1855 ഇവിടെ 1859 പഠിക്കണം കേട്ടോ. 55 സാന്താൾ കലാപം 3 വർഷം കഴിഞ്ഞ്, അതായത് 55 കഴിഞ്ഞ് 56, 57, 58, 59 അല്ലെ, 4ാമത്തെ വർഷം, 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം എത്തുമ്പോഴേക്കും ഏത് കലാപവും വന്നു? നീലം കർഷക കലാപവും വന്നു. സാന്താൾ കലാപം നടന്ന വർഷം 1855. ആരൊക്കെയാണ് കലാപത്തിന്റെ നേതാക്കൾ? സിദ്ധു അല്ലെ, സിദ്ധു ആൻഡ് കൻഹു, സിദ്ധു ആൻഡ് കൻഹു. അന്യായമായ കരം പിരിക്കലും ആരാ ചെയ്തത്? ബ്രിട്ടീഷുകാർ അല്ലെ. കൊള്ളപ്പലിശക്കാരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കൽ. കൊള്ളപ്പലിശക്കാർ എന്ത് ചെയ്യും? ഇവര് കൃഷി ചെയ്തിരുന്നിരുന്ന ധാന്യങ്ങളെയും വനവിഭവങ്ങളെയും ഒക്കെ തട്ടിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ദുരിതത്തിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ സാന്താൾ ഗോത്ര വിഭാഗക്കാരായിരുന്ന സിദ്ധുവിന്റെയും കൻഹുവിന്റെയും നേതൃത്വത്തില് 1855 ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടമാണ് സാന്താൾ കലാപം. ആ കലാപത്തെ ക്രൂരമായിട്ട് അടിച്ചമർത്ത മുണ്ട കലാപമാണ്. മുണ്ട രാജ്യം സ്ഥാപിക്കാൻ 1899 ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം ആരംഭിച്ചത്. മക്കളെ എല്ലാം PYQ ആണ് കേട്ടോ. മുണ്ട രാജ്യം സ്ഥാപിക്കാൻ 1899 ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം തുടങ്ങിയവ കാരണമായി കേട്ടോ. അപ്പൊ മുണ്ട കലാപം പഠിക്കണം. വർഷം 1899. എന്തിനു വേണ്ടിയിട്ടാണ്? മുണ്ട രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ നേതൃത്വത്തില്? ബിർസ മുണ്ടയുടെ നേതൃത്വത്തില്. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമായി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കുക, പോളിഗർ കലാപം. പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം സംഘടിപ്പിച്ചു. അപ്പൊ പോളിഗർ കലാപത്തിന്റെ നേതാക്കൾ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, മരുതുപാണ്ഡ്യൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, മരുതുപാണ്ഡ്യൻ. നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബ്രിട്ടീഷുകാർ ബുദ്ധിമുട്ടിപ്പിച്ചത് കട്ടബൊമ്മൻ ചോദ്യം ചെയ്തു. ഇത് ബ്രിട്ടീഷുകാരുടെ ശത്രുത വിളിച്ചു വരുത്തി. തുടർന്ന് കട്ടബൊമ്മനും മരുതുപാണ്ഡ്യനും വീരമൃത്യു വരിച്ചു. അപ്പൊ എന്തിനാണ് പോളിഗർ കലാപം ആരംഭിക്കാൻ കാരണം? ബ്രിട്ടീഷുകാർക്കെതിരെ അവര് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. അത് ആര് ചോദ്യം ചെയ്യുകയാണ്? കട്ടബൊമ്മൻ ചോദ്യം ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ ശത്രുത വീണ്ടും ഇവർക്കെതിരെ കൂടുകയും പിന്നീട് രണ്ടുപേരും വീരമൃത്യു വരിക്കുകയുമാണ് ചെയ്തത്. ഇനി ആറ്റിങ്ങൽ കലാപം. ഓൾ PYQ പറഞ്ഞാൽ ഈ കാണുന്ന സ്ലൈഡ് മുഴുവൻ PYQ ആണ്. 1721 നടന്ന ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഈ ഒരു പോയിന്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിതം വരണം. സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിതം ഇല്ല എങ്കിൽ അഞ്ചുതെങ്ങ് കലാപമാണ്. കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചത് ആറ്റിങ്ങൽ കലാപമാണ് 1721. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരുടെ നിരന്തര ശ്രമം കാരണമായി. ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികം നൽകാൻ പുറപ്പെട്ട ിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നാട്ടുകാർ ആക്രമിച്ചു. 5 തെങ്ങ് കോട്ട ഉപരോധിച്ചു. മനസ്സിലായോ? അപ്പൊ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് പുതിയ SSCRT കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരുടെ നിരന്തരമായി ശ്രമിച്ചു. ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികം നൽകാൻ വേണ്ടിയിട്ട് ആരുടെ ഗിഫോർഡ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ നേതൃത്വത്തിലുള്ള സംഘത്തെ എന്ത് ചെയ്തു? നാട്ടുകാർ ചേർന്ന് വധിക്കുകയും 5 തെങ്ങ് കോട്ട ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടൂർ ചിന്നമ്മയെ കുറിച്ചിട്ട് പഠിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം ഏറ്റെടുത്ത് പോരാടി. ഈ അടുത്ത് നടന്ന ചോദ്യത്തിന്റെ ചോദ്യമാണ്. കിട്ടൂർ റാണി ചിന്നമ്മ ഏത് സംസ്ഥാനത്തെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയാണ് കേട്ടോ. കർണാടകയാണ്.
ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ വനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ. ശിവലിംഗ രുദ്രദേശായി എന്ന കിട്ടൂർ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. ആരുടെ ഭാര്യയാണ്? ശിവലിംഗ രുദ്രദേശായി. ശിവലിംഗ രുദ്രദേശായിയുടെ ഭാര്യ. തന്റെ ഭർത്താവിന്റെ മരണശേഷം ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നിരോധിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ത് ചെയ്തു? 1829 തടവിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മനസ്സിലായോ? എന്തിനാണ്? എങ്ങനെയാണ് മരണപ്പെട്ടത്? തന്റെ ഭർത്താവിന്റെ മരണശേഷം ഇവർക്കൊരു ആൺകുട്ടിയെ ദത്തെടുക്കണമായിരുന്നു അല്ലെ, പിന്തുണച്ച അവകാശം അല്ലെ. പക്ഷെ എന്ത് ചെയ്തു? അത് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനാണ് 1829 തടവിൽ വെച്ചിട്ട് മരണപ്പെടുന്നത്. അത് അവിടെ പഠിച്ചു മാറ്റുക. ഇനി സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും ട്ടോ. ഇനി സൈനിക സഹായ വ്യവസ്ഥ നമുക്ക് എന്താ പഠിക്കണം? ദത്തവകാശ നിരോധന നിയമവും പഠിക്കണം. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. മനസ്സിലായോ? അതായത് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു നാട്ടുരാജാവ് എന്ത് ചെയ്യണം? കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പിന്നീട് രാജാവിന് കഴിയില്ല. ബ്രിട്ടീഷ് ഗവർണറുമായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും രാജാവ് നടപ്പിലാക്കാനായിട്ടും പാടില്ല. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒരു രാജാവ് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്നും രാജാവ് അവരുടെ അണ്ടറിലായിരിക്കും അല്ലേ. പിന്നീട് എല്ലാ കാര്യങ്ങളും വേറൊരു രാജ്യങ്ങളുമായിട്ട് ഒരിക്കലും പിന്നീട് പോയിട്ട് ഒപ്പിടാൻ സാധിക്കില്ല, സന്ധി ഏർപ്പെടാൻ കഴിയില്ല. പിന്നെ ആ സൈനിക സഖ്യം എന്ന് പറയുമ്പോൾ ആ സൈനിക സഹായ വ്യവസ്ഥയിൽ ആ സൈനികങ്ങൾക്കുള്ള എല്ലാ ചെലവും ഈ രാജ്യം വഹിക്കണം. പിന്നെ ബ്രിട്ടീഷ് ഗവൺറുമായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും ആർക്കും എടുക്കാൻ കഴിയില്ല, രാജാവിന് എടുക്കാൻ കഴിയില്ല. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ കഴിഞ്ഞു. അടുത്ത ദത്തവകാശ നിരോധന നിയമം ആരാ നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശിയായിട്ട് ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി എടുക്കാനുള്ള സമ്പ്രദായം നിലവിൽ വന്നു. ഇപ്പോ ഒരാൾക്ക് ആൺകുട്ടികളില്ല, എന്ത് ചെയ്യണം? ആൺകുട്ടികളില്ലെങ്കിൽ പിന്തുടർച്ച ഉണ്ടാവില്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യും? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കും. ആൺകുട്ടികൾ ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് എടുക്കാനുള്ള സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ പ്രകാരം തെരഞ്ഞെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശം ഇല്ലാതാവുന്നതോടെ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. മനസ്സിലായോ? അപ്പൊ ദത്തവകാശ നിരോധന നിയമം എന്താണ്? ആരാ നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭുവാണ്. അതായത് ഇപ്പൊ ഒരു നാട്ടുരാജ്യത്തിലെ ഒരു ഭരണാധികാരി ഉണ്ടാവും. ആ ഭരണാധികാരികൾക്ക് ആൺകുട്ടികളില്ല എന്ന് വെക്കുക. ആൺകുട്ടി ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രാജ്യവും സ്ഥലവും അവരുടെ എല്ലാ സ്വത്തുക്കളും എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടും. അപ്പൊ അതിനെതിരെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തത്? ദത്തവകാശ നിരോധനമല്ല, ദത്തവകാശ നിയമം നടപ്പിലാക്കിയത്. അതായത് മറ്റൊരു ആൺകുട്ടിയെ ദത്തെടുത്തുകൊണ്ട് ഈ സ്വത്തുക്കൾക്കൊക്കെ പിന്തുണച്ചു കൊടുക്കുക എന്നായിരുന്നു. പക്ഷെ ഡൽഹൌസി എന്ത് ചെയ്തു? ഈ ദത്തവകാശ നിരോധനം നടപ്പിലാക്കി. ദത്തവകാശം അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടൊന്നും സ്വത്തുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും മറ്റു ആൺകുട്ടികളെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ഇനി അനന്തരാവകാശം ഇല്ലാതാകുന്നതോടെ നാട്ടുരാജ്യം എന്ത് ചെയ്യും? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കപ്പെടാം. അങ്ങനെ നിരോധന നിയമം ഡൽഹൌസി എന്ന് പറയുമ്പോൾ അറിയാലോ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയാണ് അല്ലേ. അപ്പോ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആൺകുട്ടികളില്ല എന്ന് കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് വന്നു വരില്ലേ. അപ്പൊ അത് അവിടെ ഏർപ്പെടുത്തിയ എന്താണ്? ഒരു വല്ലാത്തൊരു നിയമം തന്നെ എന്ന് പറയാം അല്ലേ. ഇനി 1857 കലാപത്തിലേക്ക് നമുക്ക് കടക്കാം. 1857 കലാപത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? 1857 സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നയിച്ചവർ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. 1857 കലാപത്തിന്റെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി
ഉണ്ടായിരുന്നില്ല. അതായത് ഈ 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് എല്ലാവരും കൂടി എന്ത് ശക്തമായിട്ട് സംഘടിച്ച് നിൽക്കണ്ടേ, അത് ഉണ്ടായിരുന്നില്ല. സംഘടനാ ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, ആ കലാപം പരാജയപ്പെടാനുണ്ടായി. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും ആർക്കായിരുന്നു? അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തന്നെ ആയിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. എപ്പോഴും എവിടെയും മുന്നിൽ ആരെ ഉണ്ടാവുള്ളൂ? സാധാരണക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മധ്യവർഗവും അതിനുശേഷമുള്ള വലിയ 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 ഇവരൊക്കെ ഉണ്ടാവോ? ഇല്ല. എവിടെയാണെങ്കിലും, ഇപ്പൊ നമ്മുടെ എവിടെയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ കലാപം നോർത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു, മനസ്സിലായോ? പക്ഷെ എല്ലാവരും കൂടി സംഘടിച്ചിട്ടുള്ള വലിയൊരു കലാപ ശക്തിയൊന്നും എന്തുണ്ടായിരുന്നില്ല, സംഘടന ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടക മികവും ആർക്കുണ്ട്? കമ്പനി സൈന്യത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ എന്ത് ചെയ്തില്ല? അനുകൂലിച്ചില്ല. മധ്യവർഗം 1857 കലാപത്തെ അനുകൂലിച്ചില്ല. സ്റ്റേറ്റ്മെന്റ് വരും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വരുമ്പോ പഠിക്കണം. ഇനി 1857 കലാപത്തിന്റെ സ്വാധീനം എന്തൊക്കെയാണ്? ഇന്ത്യയിലെ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. എല്ലാം പ്രീവിയസ് ആണ്. ഇത് 1857 കലാപത്തിന് ശേഷം നടന്ന സംഭവങ്ങളാണ്. ഇന്ത്യയില് കമ്പനി ഭരണം, അതായത് ബ്രിട്ടന്റെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് രാജ്യങ്ങൾ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. മനസ്സിലായോ? അതായത് ബ്രിട്ടീഷ് രാജ്യങ്ങളൊക്കെ എന്തായി? ബ്രിട്ടന്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഗവർണർ ജനറൽ ആയിരുന്നു. ബ്രിട്ടീഷുകാരിലൊക്കെ അന്ന് എന്താ ഉണ്ടായിരുന്നത്? ഗവർണർ ജനറൽ ആയിരുന്നു. ആ ഗവർണർ ജനറൽ എന്ന പദവി മാറ്റിയിട്ട് വൈസ്രോയി എന്നായത് 1857 കലാപത്തിന് ശേഷമാണ്. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം പ്രചോദനമായതും 1857 കലാപമാണ്. ഇനി 1857 കലാപത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ്, എവിടെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കാം. ഡൽഹിയില് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ഓക്കെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കളും അവർ നേതൃത്വം നൽകിയ സ്ഥലവും നോക്കാം. 1857 കലാപത്തില് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. എല്ലാം പ്രീവിയസ് ചോദ്യമാണ്. ഡൽഹിയിൽ നേതൃത്വം എപ്പോഴും ചോദിക്കാറുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനും പിന്നെ ആരാണ്? ജനറൽ ഭക്ത് ഖാനുമാണ്. ഝാൻസിയിൽ നോക്കിയത് ഝാൻസിയിൽ എവിടെയായിരുന്നു? ഝാൻസി റാണി തന്നെയാണ്. കാൺപൂരിൽ ആരാ? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഹാറിലെ ആരയിലെ കൻവർ സിംഗ് ആണ്. അപ്പോ ഇത് പഠിച്ചു വെക്കണം. ടൈം ടേബിൾ നന്നായി പഠിക്കണേ. 1857 കലാപത്തില് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. ഝാൻസി റാണി തന്നെയാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പി, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹല്, ബീഹാറിലെ ആരയില് കൻവർ സിംഗ് ആണ് കേട്ടോ. ഇനി ഇവിടെ ചേരുംപടി ചേർക്കുക. നീലം കർഷക സമരം. നീലം കർഷക സമരം എപ്പോഴാണ്? 1859 അല്ലെ? നീലം കർഷക സമരം നടന്ന വർഷം 1859. പിന്നെ സന്താൾ കലാപം എപ്പോഴാണ്? സന്താൾ കലാപം നമ്മൾ പഠിച്ച 1855 കേട്ടോ. ഇനി ആറ്റിങ്ങൽ കലാപം 1821, പ്ലാസി യുദ്ധം 1857, പിന്നെ കുളച്ചൽ യുദ്ധം 1741, ബക്സാർ യുദ്ധം 1764, കുളച്ചൽ യുദ്ധം 1741, വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് 1498. എല്ലാ ക്വസ്റ്റ്യനും മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നീലം കർഷക സമരം നടന്ന വർഷം 1859. സന്താൾ കലാപം 1855, ആറ്റിങ്ങൽ കലാപം 1721, പിന്നെ പ്ലാസി യുദ്ധം 1757, കുളച്ചൽ യുദ്ധം 1741, പിന്നെ ബക്സർ കലാപം 1764, വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് 1498. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിലയേറെ കമന്റുകൾ താഴെ അറിയിക്കും. നിങ്ങൾ ഒന്നും പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എന്ത് ചെയ്യും? ഒരു 5-6 ക്ലാസ് എടുക്കും, അവിടെ നിർത്തും. നമ്മൾ ഹോട്ട് ടോപ്പിക്സിലൊക്കെ അതാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താഴെ കമന്റുകൾ അറിയിക്കണേ. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ക്ലാസ്സുകൾ? വേണോ വേണ്ടയോ, ഇനി കണ്ടിന്യൂഷൻ ചെയ്യണോ എന്ന് താഴെ അറിയിക്കുക. കൂടെ തന്നെ സയൻസ് ഉണ്ടാവും. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇതേപോലെ നോട്ട്സുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.